ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. രക്ഷയുടെ ആദ്യ ഗഡു, അച്ചാരം, ജാമ്യത്തുക, ലിറ്റർജി ക്ലാസ് 55. കത്തോലിക്ക സഭയുടെ മതബോധനം 1076 നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ പാരഗ്രാഫ് മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒരല്പം നീണ്ടുപോകും വീഡിയോ, എങ്കിലും അങ്ങനെ ചർച്ച ചെയ്താലേ അതിൻ്റെ കണക്ഷൻസ് കിട്ടുള്ളൂ. ഇങ്ങനെ 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബന്ധങ്ങൾ മനസ്സിലാകില്ല. അതുകൊണ്ട് മറക്കാതെ വീഡിയോ കാണുകയും നോട്ട് കുറിക്കുകയും പഠിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഖണ്ഡം 1, കൗദാശിക ഘടന, സെക്ഷൻ 1, ദ സാക്രമെൻ്റൽ ഇക്കോണമി. കത്തോലിക്ക സഭയുടെ മതബോധനം 1076 മുതൽ 1209 വരെയാണ് ഈ സാക്രമെൻ്റൽ ഇക്കോണമി എന്ന് പറയുന്ന സംഗതി. സെക്ഷൻ 1, ദ സാക്രമെൻ്റൽ ഇക്കോണമി. ഖണ്ഡം 1, കൗദാശിക ഘടന. ഇങ്ങനെയാണ് ഞാൻ തർജ്ജമ ചെയ്യണേ. കൗദാശിക വിന്യാസം, കൗദാശിക സജ്ജീകരണം, കൗദാശിക ക്രമീകരണം, കൗദാശിക സംവിധാനം, കൗദാശിക ഏർപ്പാട്, രക്ഷ പ്രാപിക്കാനുള്ള കൗദാശിക ക്രമീകരണം എന്നൊക്കെ അതിനെ തർജ്ജമ ചെയ്യാം. POC തർജ്ജമയിൽ, കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന് പറഞ്ഞുള്ള ആ തർജ്ജമയിൽ കൗദാശിക പദ്ധതി, ദ സാക്രമെൻ്റൽ പ്ലാൻ എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. കൗദാശിക പദ്ധതി. ഇക്കോണമി എന്ന വാക്കിന് അത് ഗ്രീക്കിൽ നിന്നാണ് വരുന്നത്. ഇക്കോണമി എന്ന വാക്ക് നമ്മൾ സാമ്പത്തിക ഘടന, സാമ്പത്തിക സിദ്ധാന്തം ഒക്കെ നമ്മൾ പറയും. ഇക്കോണമി എന്ന വാക്ക് വരുന്നത് ഗ്രീക്കിൽ നിന്നാണ്. ഒയ്ക്കോനോമി എന്നാണ് ഗ്രീക്ക് വാക്ക്. ഒയ്ക്കോസ് എന്ന് പറഞ്ഞാൽ വീട്, ഭവനം, ഗൃഹം. നോമിയ എന്ന് പറഞ്ഞാൽ നോമോസ്, നിയമം. അപ്പോൾ വീടിനെ സംബന്ധിക്കുന്ന നിയമം എന്നാണ് ആക്ഷരികം. വീടിനുള്ള നിയമം, ഗൃഹ സംവിധാനം, ഗൃഹസജ്ജീകരണം, ഭവന ക്രമീകരണം, വീട്ടു കാര്യങ്ങളുടെ ക്രമീകരണം, വീടിൻ്റെ കാര്യസ്ഥപ്പണി, ഇങ്ങനെയൊക്കെ വാക്കിനർത്ഥമുണ്ട്. അപ്പോൾ കൗദാശിക പദ്ധതി എന്നതിനേക്കാളും ഞാൻ എൻ്റെ മനസ്സിൽ വന്നത് കൗദാശിക ഘടന അല്ലെങ്കിൽ കൗദാശിക ക്രമീകരണം എന്നാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവഭവനമായ സഭയിൽ കർത്താവ് ഏർപ്പാടാക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ, അതാണ് കൂദാശ. ഒന്നുകൂടും കേൾക്കാം. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവഭവനമായ, ദൈവത്തിൻ്റെ കുടുംബമായ സഭയിൽ ദൈവം ഏർപ്പാടാക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ, രക്ഷ പ്രാപിക്കാനുള്ള ദൈവകൃപ ചൊരിയാൻ കർത്താവ് ഏർപ്പാടാക്കിയിരിക്കുന്ന സജ്ജീകരണം. അപ്പോൾ ദൈവിക പദ്ധതി എന്നൊക്കെ പറയാം. ദൈവകൃപയുടെ വർഷം, ചൊരിയൽ എന്നൊക്കെ പറയാം. പദ്ധതി എന്നതിന് വേറെ വാക്കുള്ളത് കൊണ്ടാണ് ഞാൻ എക്കോണമി എന്നതിന് കൗദാശിക ഘടന അല്ലെങ്കിൽ കൗദാശിക ക്രമീകരണം അല്ലെങ്കിൽ സജ്ജീകരണം എന്ന് ഉപയോഗിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടി, മനുഷ്യാവതാരം, കുരിശമരണം, തിരുവുത്ഥാനം, പരിശുദ്ധാത്മാവിൻ്റെ വർഷിക്കൽ എന്നിവയെല്ലാം ചേരുന്നതാണ് ദൈവം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി സംവിധാനം ചെയ്ത സംഭവങ്ങൾ. ഇവയിലേക്ക് ഇന്ന് പ്രവേശിക്കുന്ന എങ്ങനെ? മനുഷ്യാവതാരത്തിലേക്ക്, കുരിശുമരണത്തിലേക്ക്, തിരുവുത്ഥാനത്തിലേക്ക്, പരിശുദ്ധാത്മാവിന് വർഷത്തിലേക്ക് ചൊരിയപ്പെടുന്നതിലേക്ക് ഇന്ന് നമ്മളെങ്ങനെ പ്രവേശിക്കും? സഭയുടെ കാര്യസ്ഥപ്പണിയിലൂടെ എന്നാണ് അതിനുത്തരം. സഭയുടെ മധ്യസ്ഥത്തിലൂടെ, കാര്യസ്ഥപ്പണിയിലൂടെ എന്നാണ് അതിനുത്തരം. അത് കർത്താവ് തന്നെ ഏർപ്പെടുത്തിയതാണ്. സഭ സ്ഥാപിച്ചതും ഈ കൂദാശികൾ ഏർപ്പെടുത്തിയതും കർത്താവ് തന്നെയാണ്. അതുകൊണ്ടാണ് കൗദാശിക വിന്യാസം, കൗദാശിക പദ്ധതി എന്നൊക്കെ ഇതിനെ വിളിക്കുന്നത്. ആളുകളെ ഇന്ന് രക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാനായി കർത്താവ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യസ്ഥപ്പണിയാണ് സഭയിലെ കൂദാശകൾ. ഞാൻ ആ ഇക്കോണമി എന്ന വാക്കിൻ്റെ അർത്ഥം പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. നമുക്കിപ്പോൾ ഈ 1076 എന്ന കത്തോലിക്ക സഭയുടെ മതബോധനം 1076 നമുക്കതൊന്ന് കേൾക്കാം. എന്നിട്ട് അതിൻ്റെ ചെറിയൊരു വ്യാഖ്യാനം ഞാൻ നൽകാം. ഇംഗ്ലീഷിൽ ആദ്യം. The church was made manifest to the world on the day of Pentecost by the outpouring of the Holy Spirit. Sacrosanctum Concilium 6, Lumen Gentium 2. The gift of the Spirit ushers in a new era in the dispensation of the mystery, the age of the church, during which Christ manifests, makes present, and communicates his work of salvation through the liturgy of the church until he comes. 1 Corinthians 11:26.
In this age of the church, Christ now lives and acts in and with his church in a new way appropriate to this new age. He acts through the sacraments in what the common tradition of the East and the West calls the sacramental economy, that is, the communication or dispensation of the fruits of Christ's Paschal mystery in the celebration of the church's sacramental liturgy. ഒരു പാരഗ്രാഫ് കൂടിയുണ്ട്, അത് അടുത്ത പാരഗ്രാഫിലേക്കുള്ള ഒരു ആമുഖമായി. ഇതൊന്നും നമ്മളിപ്പോൾ വായിക്കുന്നില്ല, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം. ഞാൻ ഇതിൻ്റെ ഒരു പരിഭാഷ നൽകാം. ഇപ്പോൾ ഈ വായിച്ച ഇംഗ്ലീഷിൻ്റെ ഒരു പരിഭാഷ, വ്യത്യസ്തമായ ഒരു പരിഭാഷ ഈ കത്തോലിക്ക സഭയുടെ മതബോധനം ഗ്രന്ഥത്തിലുണ്ട്. നിങ്ങൾക്കത് അത് പരിശോധിക്കാം. ഞാൻ അതിൽ കുറച്ച് വ്യത്യസ്തമായ ഒരു പരിഭാഷയാണ് ഞാൻ നൽകുന്നത്. അതും ഇതായിട്ടൊന്നും നിങ്ങൾക്ക് തർജ്ജമ ചെയ്യാം, പക്ഷെ ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടതോടെ സഭ ലോകത്തിന് മുമ്പിൽ ആവിഷ്കരിക്കപ്പെട്ടു. സാക്രോസങ്ക്തം കൊഞ്ചീലിയം 6, ലൂമൻ ജെൻസിയം 2. ദിവ്യരഹസ്യത്തെക്കുറിച്ചുള്ള ഈശ്വരാജ്ഞയിൽ ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ മിസ്റ്ററി ഒരു പുതിയ യുഗത്തിന്, സഭയുടെ യുഗത്തിന് ആരംഭം കുറിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവാകുന്ന ദാനം ചൊരിയപ്പെട്ടപ്പോൾ. സഭയുടെ ആ യുഗത്തിൽ ക്രിസ്തു താൻ വീണ്ടും വരുന്നത് വരെ 1 കൊരിന്തോസ് 11:26 തൻ്റെ രക്ഷാകർമ്മത്തെ തൻ്റെ സഭയുടെ ലിറ്റർജിയിലൂടെ ആവിഷ്കരിക്കുകയും സന്നിഹിതമാക്കുകയും പകർന്നു നൽകുകയും ചെയ്യുന്നു. സഭയുടെ യുഗത്തിൽ, ഈ പുതിയ യുഗത്തിന് യോജിച്ച വിധത്തിൽ ക്രിസ്തു ഇപ്പോൾ തൻ്റെ സഭയിലും സഭയുടെ കൂടെയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പൗരത്വ സഭകളുടെയും പാശ്ചാത്യ സഭകളുടെയും പൊതു പാരമ്പര്യം ദിവ്യകർമ്മ സംവിധാനം എന്ന് ദ സാക്രമെന്റൽ ഇക്കോണമി, ദിവ്യകർമ്മ സംവിധാനം എന്ന് ഏകസ്വരത്തിൽ വിളിക്കുന്ന കൂദാശകളിലൂടെ, അതായത് സഭയുടെ കൗദാശിക ലിറ്റർജിയുടെ ആഘോഷത്തിലൂടെ ക്രിസ്തു തൻ്റെ പെസഹ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ വിനിമയം അഥവാ വിതരണം ചെയ്യുന്നു. നമുക്കിതിലത്തെ ഓരോ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഒന്ന് അപഗ്രഥിക്കാം. പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടതോടെ സഭ ലോകത്തിന് മുമ്പിൽ ആവിഷ്കരിക്കപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പഴയ നിയമത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു സീരീസ് ഉണ്ട്, പഠന പരമ്പര, എല്ലാ ചൊവ്വാഴ്ചകളിലും. പുതിയ നിയമത്തിൻ്റെ സ്ലീഹന്മാർ നടപടിയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ആ ക്ലാസ് കൂടി നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ എങ്ങനെയാണ് വിവിധ ഭാഷകളിൽ അല്ലെങ്കിൽ അന്യഭാഷകൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന് മുമ്പത്തെ ആഴ്ചയിൽ നമ്മൾ ഈ കർത്താവ് ഉത്ഥാനത്തിനെന്ന് പരിശുദ്ധാത്മാവിന് കൈമാറിയെന്നും എന്നാൽ 50-ാം ദിവസം എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടതോടെ സഭ ലോകത്തിന് മുമ്പിൽ ആവിഷ്കരിക്കപ്പെട്ടു. സഭയുടെ ഉദ്ഘാടനമാണ് പെന്തക്കോസ്തയിൽ നടന്നത്. പരിശുദ്ധാത്മാവിനെ കൊടുത്തത് ഉത്ഥാനത്തിൻ്റെ അന്നാണ്. കുരിശിൽ തുടങ്ങി, കുരിശിൽ വെച്ച് യേശു സ്നേഹിച്ച ചേട്ടന് കൊടുത്തു. ഉയർപ്പ് നാളിൻ്റെ അന്ന് ഊതി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇങ്ങനെ ഊതി. യോഹന്നാൻ 20-ാമത്തെ അധ്യായം 21 മുതൽ 23 വരെ. അന്ന് സന്നിഹിതനാകാതിരുന്ന, ഹാജരില്ലാത്ത തോമസ് ലീഹായ്ക്ക് കൈകൾ പാർശ്വത്തിൽ വെച്ച് ഈ ജീവജലം അവന് കൊടുത്ത് അവനെ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർത്തു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം തന്നെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള ഏറ്റവും ബൈബിളിൽ കാണുന്ന ഏറ്റവും ഉയർന്ന വിശ്വാസ പ്രഖ്യാപനം തോമസ് നടത്തുകയും ചെയ്തു. അപ്പോൾ അന്ത്യശ്വാസം അവസാനം ശ്വാസം പുറത്തേക്ക് വിട്ടപ്പോൾ ആത്മാവിന് പരിശുദ്ധ റൂഹായെ യേശു സ്നേഹിച്ച ശിഷ്യന് നൽകി. ശ്വാസമാണ് കാറ്റ്. ഊതി ശിഷ്യന്മാർക്ക് കൊടുത്തു. പിന്നെ തോമസ് ലീഹായെ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർത്തു. ഇതാ കൂദാശയുടെ വിവിധ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഊതി. ആ ഊത്താണ്, കർത്താവിൻ്റെ ഊത്താണ് അവരിൽ ഗർഭം ധരിച്ച് 50-ാം ദിവസം കൊടുങ്കാറ്റ് പോലെ ഇരമ്പൽ വന്ന് ഈ വന്ന കാറ്റ്, കർത്താവർക്ക് കൊടുത്ത കാറ്റ് കൊടുങ്കാറ്റായിട്ട് മാറുകയാണ്. ലോകത്തെ മുഴുവൻ വീശിയടിക്കുന്ന കൊടുങ്കാറ്റായി മാറുകയാണ്. അന്ന് പഴയ നിയമത്തിൽ മോശയ്ക്ക് ഈ കത്തുന്ന മുൾപ്പടർപ്പിലൂടെ ദൈവനാമം വെളിപ്പെടുത്തി. ഇപ്പോൾ അഗ്നിനാവുകളുടെ രൂപത്തിലാണ് അവൻ്റെ ആവിഷ്കാരം. അപ്പോൾ ഇത് സഭയുടെ ഉദ്ഘാടനമാണ്. അപ്പോൾ പെന്തക്കോസ്ത ദിനത്തിൽ
പരിശുദ്ധാത്മാവിൻ്റെ ഈ ആവിഷ്കാരത്തോടെ സഭ ലോകത്തിന് മുമ്പിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് സാക്രോസങ്ക്തും കൊഞ്ചീലിയം 6 അതൊരു വലിയ പാരഗ്രാഫാണ്. ഈ റെഫറൻസ് മാത്രമുള്ള ഭാഗം ഞാൻ വായിക്കാം. പെന്തക്കോസ്ത് ദിനത്തിൽ സഭ ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പെന്തക്കോസ്ത് ദിനത്തിൽ സഭ ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനു മുമ്പ് സഭയുണ്ടെന്നർത്ഥം. പെത്രോസിന്റെ വചനം കൈക്കൊണ്ടവർ ക്രിസ്തുവിലേക്ക് സ്നാനപ്പെട്ടു. അത് അപ്പോൾ ഔദ്യോഗികമായിട്ട് സഭയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. എന്നാൽ സഭയുടെ ആരംഭം അവിടെയല്ല. അത് പിന്നത്തെ വാചകം ലൂമൻ ജൻസിയും 2 അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം പരിശുദ്ധ സഭയിൽ സമ്മേളിക്കണമെന്ന പദ്ധതി ദൈവം ആസൂത്രണം ചെയ്തു. ലോകാരംഭം മുതൽ സഭയെക്കുറിച്ചുള്ള പൂർവ്വദർശനം നൽകപ്പെട്ടിരുന്നു. ലോകാരംഭം മുതൽ പഴയ ഉടമ്പടിയുടെ രൂപത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലുടനീളം അത് സജ്ജീകരിക്കപ്പെട്ടു. സമയത്തിൻ്റെ ഈ യുഗത്തിൽ സഭ സ്ഥാപിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ ചൊരിയപ്പെടലിലൂടെ അവൾ ആവിഷ്കരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ലോകാരംഭത്തിലുള്ളതാണ്. അത് പക്ഷേ ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്, ലോകത്തിന് മുമ്പിൽ ആവിഷ്കരിക്കപ്പെട്ടത്, ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പെന്തക്കോസ്തായിലാണെന്ന് മാത്രം. ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവിന് ചൊരിയപ്പെടലിന് ഒരു പുതിയ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടതോടെ സഭ ലോകത്തിന് മുമ്പിൽ ആവിഷ്കരിക്കപ്പെട്ടു. സാക്രോസങ്ക്തും കൊഞ്ചീലിയം 6 ലൂമൻ ജൻസിയം 2 ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പാരഗ്രാഫ്, അടുത്ത വാചകം, ദിവ്യരഹസ്യത്തെക്കുറിച്ചുള്ള ഈശ്വരാജ്ഞയിൽ ഒരു പുതിയ യുഗത്തിന്, സഭയുടെ യുഗത്തിന് ആരംഭം കുറിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവാകുന്ന ദാനം ചൊരിയപ്പെട്ടപ്പോൾ. അതിൻ്റെ ഇംഗ്ലീഷ് ഞാനൊന്ന് വായിക്കാം. അത് ഒന്നുകൂടി നമ്മൾ കേട്ടതാണ്, ഒന്നുകൂടി കേൾക്കാം. ദ ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്നാണ് ചിലപ്പോൾ നമ്മൾ തർജ്ജമ ചെയ്യുക. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആകുന്ന ദാനമാണ് അല്ലേ. എ ബുക്ക് ഓഫ് പ്രയർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ പുസ്തകമാണോ, പ്രാർത്ഥനാ പുസ്തകമാണോ? പ്രാർത്ഥനാ പുസ്തകം. എ ബുക്ക് ഓഫ് പ്രയർ, പ്രാർത്ഥനാ പുസ്തകം, പ്രാർത്ഥനയാകുന്ന പുസ്തകം. ആ പുസ്തകം പ്രാർത്ഥനയാണ്. അതുപോലെ അർത്ഥത്തിലാണ് ഇവിടെ. അപ്പോൾ ദ ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആകുന്ന ദാനം എന്നാണ് തർജ്ജമ വേണ്ടത്. The gift of the Spirit ushers in a new era in the dispensation of the mystery, the age of the church, during which the Christ manifests, makes present, and communicates his work of salvation through the liturgy of the church until he comes. അപ്പോൾ ഇതാണ് ഈ ഇംഗ്ലീഷ് വാചകം. The gift of the Spirit ushers in the dispensation of the mystery എന്ന് പറയണേ. ഞാൻ അതിന് കൊടുത്തിരിക്കുന്ന തർജ്ജമ ദിവ്യരഹസ്യത്തെക്കുറിച്ചുള്ള ഈശ്വരാജ്ഞ എന്നാണ്. ഡിസ്പെൻസേഷന് ഞാൻ കൊടുത്തിരിക്കുന്ന തർജ്ജമ ഈശ്വരാജ്ഞ, ഡിസ്പെൻസേഷൻ. അതാണ് കുറച്ചൊരു നല്ല തർജ്ജമ ഞാൻ വിചാരിക്കുന്നു. ദിവ്യരഹസ്യത്തെക്കുറിച്ചുള്ള ഈശ്വരാജ്ഞ, ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ മിസ്റ്ററി. POC ബൈബിളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഈ ഡിസ്പെൻസേഷൻ ഓഫ് ദ മിസ്റ്ററിക്ക് ദിവ്യരഹസ്യത്തിൻ്റെ പദ്ധതി എന്നാണ്. അപ്പോൾ ഒരു എക്കോണമി എന്നതിനും പദ്ധതി എന്നാണ്, ഡിസ്പെൻസേഷനും പദ്ധതിയാണ്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തർജ്ജമ ചെയ്യണേ. ആ തർജ്ജമ മോശമൊന്നുമല്ല, ഒരല്പം ക്ലാരിറ്റിക്ക് നല്ലത് ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ. വ്യത്യസ്തമായ വാക്കുകളാണല്ലോ അതിൻ്റെ ഒറിജിനൽ പാഠത്തിലുള്ളത്. എല്ലാത്തിനും പദ്ധതി എന്ന് പറഞ്ഞാൽ ആ നുവാൻസ്, ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ നുവാൻസ് ഉണ്ട്, ചെറിയ വ്യതിയാനങ്ങളുണ്ട്, അത് കിട്ടാതെ പോകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ക്ലാരിറ്റി വരാൻ വേണ്ടി ഇങ്ങനെ തർജ്ജമ ചെയ്യണേ. ആ തർജ്ജമ മോശമായത് കൊണ്ടല്ല, മറ്റൊരു തർജ്ജമ നൽകുന്നെന്ന് മാത്രം. അപ്പോൾ ദിവ്യരഹസ്യത്തെക്കുറിച്ചുള്ള ഈശ്വരാജ്ഞയിൽ, അതായത് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ മിസ്റ്ററി, പുതിയ യുഗം ഇല്ലേ, ഒരു പുതിയ യുഗത്തിന്, സഭയുടെ യുഗത്തിന് ആരംഭം കുറിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവാകുന്ന ദാനം ചൊരിയപ്പെട്ടപ്പോൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. ഇത് കൃത്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കാസിൻ്റെ സുവിശേഷവും സ്ലീഹന്മാരുടെ നടപടി രണ്ടും എഴുതിയത് ലൂക്കാസ് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലൂക്കാസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 5 മുതൽ 3:20 വരെ വായിച്ച് നോക്കുക. 1-ാമത്തെ അധ്യായം ലൂക്ക 1:5 മുതൽ 3:20 വരെ നമ്മൾ കാണുന്നതിൽ മിക്കവാറും എല്ലാ ആളുകളും തന്നെ പടയ നിമിത്തത്തിലെ ആളുകളാണ്. സക്കറിയാസ് പുരോഹിതൻ, അതുപോലെ തന്നെ ഭാര്യ എലിസബത്ത്, ജോസഫ്, മറിയം, സ്നാപയോഹന്നാൻ, ഷിമയോൻ, അന്ന, ആട്ടിടയന്മാർ, ഇവരൊക്കെ നമ്മൾ കാണുന്നത്. തീർച്ചയായും ക്രിസ്തു അവിടെയുണ്ട്, മറിയ അവിടെയുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എല്ലാം ഇതാണ്. ഇനി 3:20 എന്താണ്?
സ്നാപി യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചു എന്നാണ്. കാരാഗ്രഹത്തിൽ അടച്ചു. 3:21 ലൂക്കാസ് യേശുവിൻ്റെ മാമോദീസ. അപ്പോൾ കാരാഗ്രഹത്തിൽ വെച്ചിട്ടായിരുന്നു മാമോദീസ, അല്ലെങ്കിൽ സ്നാപി യോഹന്നാൻ അല്ലേ യേശുവിൻ്റെ മാമോദീസ മുക്കിയത്? നമുക്ക് സംശയം വരും. ലൂക്കാസ് 3:20-21 വായിക്കുമ്പോൾ 3:20 യോഹന്നാൻ കാരാഗ്രഹത്തിലാണ്. 3:21 യേശുവിൻ്റെ മാമോദീസ. എന്തുകൊണ്ടാണിത്? ഈ 1:5 മുതൽ 3:20 വരെ ലൂക്കാസ് പ്രവാചകന്മാരുടെ കാലയളവാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രവാചകന്മാരുടെ കാലയളവ്. ആ പ്രവാചകന്മാരുടെ കാലയളവിലേക്ക് 2 ചരിത്രങ്ങൾ കൂടി ലൂക്കാസ് കൊണ്ടുവരും. ലൂക്ക 3-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. ടൈബേരിയസ് സീസർ, ഈ റോമാ ചക്രവർത്തിയാണ് പറഞ്ഞത്. ടൈബേരിയസ് സീസറിൻ്റെ ഭരണത്തിൻ്റെ 15-ാം വർഷം, അതായത് AD 29 എന്നർത്ഥം. അഗസ്റ്റസ് സീസർ മരിച്ചത് AD 15 അപ്പോൾ തന്നെ ടൈബേരിയസ് ഭരണത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് 15-ാം വർഷം, അപ്പോൾ AD 29. AD 29 മരുഭൂമിയിൽ വെച്ച് സ്നാപി യോഹന്നാൻ്റെ വരലപ്പാടുണ്ടായതാണ്. തിബേരിയസ് സീസർ എന്ന് തുടങ്ങിയിട്ട് പിന്നെ 5 രാജാക്കന്മാരുടെ, ഈ അദ്ദേഹത്തിന് കീഴിലുള്ള 4 രാജാക്കന്മാരുടെ പേരുകൾ പറയാണ്. പിന്നെ അപ്പോൾ മൊത്തം 5 പേര്. അന്നാസും കയഫാസും മതചരിത്രം, യഹൂദ മതചരിത്രം, ലോകചരിത്രം, സീസറിൽ തുടങ്ങുന്ന ലോകചരിത്രം, അങ്ങനെ രാജാക്കന്മാരിലൂടെയും മതചരിത്രം ഇസ്രായേലിലൂടെയും. അപ്പോൾ ഈ പ്രവാചകന്മാരുടെ കാലയളവിലേക്ക് ലോക രാഷ്ട്ര വ്യവഹാരത്തിൻ്റെ ചരിത്രവും ലോകത്തിലെ മതങ്ങളുടെ ചരിത്രവും സമന്വയിപ്പിച്ചിട്ട് പ്രവാചകന്മാരുടെ കാലയളവിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ലൂക്കാസ്. ഇതാണ് ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 5 മുതൽ 3-ാമത്തെ അധ്യായം 20 വരെ. 3:21 യേശുവിൻ്റെ മാമോദീസയോടെ യേശുവിൻ്റെ കാലയളവ് ആരംഭിക്കുകയാണ്. അത് 24-ാമത്തെ അധ്യായം എമ്മാവൂസിലേക്ക് പോകുന്ന ഇല്ലേ കർത്താവ് എമ്മാവൂസിലേക്ക് പോകുന്ന കഴിഞ്ഞിട്ട് പിന്നെ ബഥാനി വരെ കൂട്ടിക്കൊണ്ടുപോയി അവൻ അവരുടെ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു അല്ലേ. അതാണ് ഈ 24-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് മിശിഹായുടെ കാലയളവ്. മിശിഹായുടെ സ്ലീഹന്മാരുടെ നടപടി സഭയുടെ കാലയളവ്. സഭയുടെ കാലയളവ്. കർത്താവ് എന്തൊക്കെയാണോ ചെയ്തത്, ഗലീലയിൽ നിന്നും യെറൂസലത്തേക്ക് സുവിശേഷം കൊണ്ടുവന്നു. അവിടെ ജെറൂസലമിൽ വെച്ച് അവൻ സുവിശേഷമായി. ആ സുവിശേഷം യെറൂസലം മുതൽ യൂദയ ഇല്ലേ, ജെറൂസലം, യൂദയ, സമാരിയ, ലോകത്തിനറ്റം വരെ, എഫേസുസ്, അങ്ങനെ പോയി ലോകത്തിനറ്റം വരെ സുവിശേഷം, കർത്താവ് കൊണ്ടുവന്ന സുവിശേഷം, കർത്താവാകുന്ന സുവിശേഷം, കർത്താവാകുന്ന വചനം ലോകത്തിനറ്റം വരെ കൊണ്ടുപോവുകയാണ് സഭയുടെ കാലയളവിൽ. അപ്പോൾ പ്രവാചകന്മാരുടെ കാലയളവ് അത് വാഗ്ദാനത്തിൻ്റെ കാലയളവാണ്. അതിലേക്ക് ലോക രാഷ്ട്ര വ്യവഹാര ചരിത്രവും ലോകത്തിലെ മതങ്ങളുടെ ചരിത്രവും സമന്വയിപ്പിക്കുകയാണ് ലൂക്കാസ്. അപ്പോൾ സഭയുടെ കാലയളവ് പ്രവാചകന്മാരുടെ കാലയളവ് അഥവാ വാഗ്ദാനത്തിൻ്റെ കാലയളവ്. പിന്നെ മിശിഹായുടെ കാലയളവ്, പൂർത്തീകരണത്തിൻ്റെ കാലയളവ്. പിന്നെ സ്ലീഹന്മാർ നടപടി പുസ്തകത്തിൽ സഭയുടെ കാലയളവ്, സഭയുടെ യുഗം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് രക്ഷയുടെ ആദ്യ ഗഡുവായ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്ന കാലയളവ്. ഇതാണ് പുതിയ യുഗം, സഭയുടെ യുഗം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാണ്. പ്രവാചകന്മാരുടെ കാലയളവ് അഥവാ വാഗ്ദാനത്തിൻ്റെ കാലയളവ്, മിശിഹായുടെ കാലയളവ് അഥവാ പൂർത്തീകരണത്തിൻ്റെ കാലയളവ്, പിന്നെ സഭയുടെ കാലയളവ് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്ന കാലയളവ്. അപ്പോൾ ഈ പുതിയ യുഗത്തിന് ആരംഭം കുറിക്കുന്നത്, സഭയുടെ യുഗത്തിന് ആരംഭം കുറിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന ദാനത്തെ വർഷിച്ചുകൊണ്ടാണ്. അതിപ്പോഴും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റ് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പ്രവാചകന്മാരുടെ കാലയളവ് ലൂക്കാസ് 1:5 മുതൽ 3:20 വരെ, 3:21 മുതൽ 24 വരെ മിശിഹായുടെ കാലയളവ്, സ്ലീഹന്മാരുടെ നടപടി 1 മുതൽ 28 വരെ സഭയുടെ കാലയളവ്. ഈ സഭയുടെ കാലയളവിൽ രക്ഷ വിതരണം ചെയ്യുന്ന കാലയളവാണ്. രക്ഷയുടെ ആദ്യ ഗഡുവിനെയാണ് സഭയുടെ കാലയളവിൽ വിതരണം ചെയ്യുന്നത്. അച്ഛൻ എന്താ ഈ ആദ്യ ഗഡു എന്ന് പിന്നെയും പറയുന്നത്? എവിടെയാണ് ബൈബിളിൽ ഈ വാക്ക്? ഈ വാക്ക് ബൈബിളിലുണ്ട്. എവിടെയെന്നറിയാമോ? എഫേസോസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമായ സത്യത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദാനത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളും മുദ്രിതരായിരിക്കുന്നു. നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദാനത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രിതരായിരിക്കുന്നു. അച്ചാരം എന്നുള്ള വാക്ക്, അച്ചാരം ഗ്രീക്കിൽ അറാബോൺ എന്നാണ്. അറാബോൺ വ്യാപാരവുമായി ബന്ധപ്പെട്ട വാക്കാണിത്. മുഴുവൻ തുകയും പിന്നീട് നൽകുമെന്നുള്ള ഉറപ്പിനായി നൽകുന്ന മുൻകൂർ പണം അല്ലെങ്കിൽ വസ്തുവാണ് അറാബോൺ.
ഹീബ്രു പാരമ്പര്യത്തിൽ അതിനെ ജാമ്യ വസ്തു, പണയ വസ്തു, അച്ചാരം എന്നൊക്കെയാണ് ഉപയോഗിക്കുക. ഉൽപ്പത്തി പുസ്തകം 38:18 കാണാതെ ജാമ്യമായിട്ട് ഇല്ലേ മോതിരം കൊടുക്കുന്നു, വടി കൊടുക്കുന്നു, അംശവടി കൊടുക്കുന്നു. യൂദ താമാർ എന്ന് പറഞ്ഞ ഇല്ലേ തൻ്റെ മരുമകളാണ്, പക്ഷെ അതറിയാതെ വേശ്യാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ജാമ്യവസ്തു, പണയ വസ്തു, അച്ചാരം, പിന്നീടത് ഇല്ലേ മുഴുവൻ തുകയും കൊടുക്കുമെന്നതിൻ്റെ ഉറപ്പാണതൊക്കെ. അതുകൊണ്ടാണ് ഈ അച്ചാരം എന്ന് നമ്മൾ തർജ്ജമ ചെയ്യണേ. പക്ഷെ അറാബോൺ എന്നാണ് ഗ്രീക്ക് വാക്ക്. ഹീബ്രു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുന്നതാണ്, സ്വർഗത്തിൽ സ്വന്തമാകുമെന്ന് നാം പ്രത്യാശിക്കുന്ന ജീവന്റെ സമൃദ്ധിയുടെയും അനുഗ്രഹ സാഫല്യത്തിൻ്റെയും അച്ചാരമാണ്, ആദ്യ ഗഡുവാണ് മാമോദിസയിൽ നാം സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. കണ്ടോ? അപ്പോൾ ആദ്യ ഗഡു, ഡൗൺ പേയ്മെൻറ്റ്, പ്ലഡ്ജ്, ഗ്യാരണ്ടി. പ്ലഡ്ജ് ജാമ്യം, ഗ്യാരണ്ടി പണയവസ്തു. ഡൗൺ പേയ്മെൻ്റ് എന്നാണ് പുതിയ തർജ്ജമ, കുറച്ച് നല്ല തർജ്ജമയാണ് അത്. ഡൗൺ പേയ്മെൻറ്റ്, മുഴുവൻ തുകയും പിന്നീട് നൽകും എന്നതിന് ഉറപ്പായിട്ട് ഇപ്പോൾ ആദ്യ ഗഡു നൽകുന്നു. അപ്പോൾ രക്ഷ വിതരണം ചെയ്യുന്ന സഭയുടെ കാലയളവിൽ പരിശുദ്ധാത്മനെ ആദ്യ ഗഡുവായിട്ട് നൽകുകയാണ്. പൂർണ്ണമായും നൽകുന്നത് മരിച്ച സ്വർഗത്തിൽ ചെല്ലുമയാണ്. പക്ഷെ അതിൻ്റെ ഗ്യാരണ്ടി ആയിട്ട്, ജാമ്യവസ്തുവായിട്ട്, പണയവസ്തുവായിട്ട് നൽകപ്പെടുന്ന പോലെയാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത്. ഇത് പുതിയ യുഗമായ സഭയുടെ കാലയളവിലാണ് നൽകപ്പെടുന്നത്. അപ്പോൾ പ്രവാചകന്മാരുടെ കാലയളവ്, മിശിഹായുടെ കാലയളവ്, സഭയുടെ കാലയളവ്, ഒറ്റ രക്ഷാചരിത്രമേ ഉള്ളൂ. ഒറ്റ രക്ഷാചരിത്രമേ ഉള്ളൂ. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് ആദാമിലൂടെ തുടർന്ന് പ്രവാചകന്മാരുടെ കാലയളവിൽ വന്ന് മിശിഹായുടെ കാലയളവ്, സഭയുടെ കാലയളവ്, ഒരൊറ്റ രക്ഷാചരിത്രമേ ഉള്ളൂ. ആ രക്ഷാചരിത്രത്തിൻ്റെ പുതിയ യുഗമാണ് സഭയുടെ കാലയളവ്. ക്രിസ്തു നിറവേറ്റിയ രക്ഷ വിതരണം ചെയ്യുന്ന കാലയളവാണ് സഭയുടെ കാലയളവ്. ആ വിതരണം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ ആദ്യ ഗഡുവായിട്ട് നൽകിയിട്ടാണ്. അതിൻ്റെ പൂർണ്ണത മരിച്ചതിന് ശേഷമാണ്. എന്തൊരു ഗംഭീരമായൊരു സംഗതിയാണിത്. സഭയുടെ യുഗം പരിശുദ്ധാത്മാവാകുന്ന ദാനത്തെ ആദ്യ ഗഡുവായി വർഷിക്കുന്ന കാലയളവാണ്. ദൈവിക ജീവൻ എന്ന പരിശുദ്ധാത്മാവിനെ വർഷിക്കാൻ, പകർന്നു കൊടുക്കാൻ ക്രിസ്തു സ്ഥാപിച്ച ദിവ്യ കർമ്മത്തെ, ദിവ്യ രഹസ്യത്തെ കൂദാശ എന്ന് വിളിക്കുന്നു. പരിശുദ്ധനായ ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ പ്രവൃത്തിയാണ് കൂദാശ. കൂദാശ എന്ന വാക്കിന് അതാണ് അർത്ഥം. സുറിയാനി വാക്കാണത്. എല്ലാവരും ആ വാക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. സഭയുടെ ആ യുഗത്തിൽ ക്രിസ്തു താൻ വീണ്ടും വരുന്നത് വരെ തൻ്റെ രക്ഷാകർമ്മത്തെ തൻ്റെ സഭയുടെ ലിറ്റർജിയിലൂടെ ആവിഷ്കരിക്കുകയും ഹാജരാക്കുകയും പകർന്നു നൽകുകയും ചെയ്യുന്നു. ഇതാണ് ആ 10:76 അടുത്ത വാചകം. സഭയുടെ ആ യുഗത്തിൽ, പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്ന യുഗത്തിൽ താൻ വീണ്ടും വരുന്നത് വരെ, 1 കൊരിന്ത്യർ 11:26 തൻ്റെ രക്ഷാകർമ്മത്തെ, കുരിശുമരണവും തിരുവുത്ഥാനവും അല്ലേ, ആ രക്ഷാകർമ്മം തൻ്റെ സഭയുടെ ലിറ്റർജിയിലൂടെ ആവിഷ്കരിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഹാജരാക്കുന്നു, സന്നിഗ്ധമാക്കുന്നു, പകർന്നു നൽകുന്നു. ഈ എന്താണ് രക്ഷാകർമ്മം? ക്രിസ്തു നിവൃത്തിയാക്കിയ രക്ഷാകർമ്മം എന്ന് പറയണേ, ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിക്കുന്നു. പ്രപഞ്ച സൃഷ്ടി, മനുഷ്യ സൃഷ്ടി, പിന്നെ മനുഷ്യ അവതാരം, കുരിശ് മരണം, തിരുവുത്ഥാനം. ഈ ഭൂതകാല സംഭവങ്ങളാണ് ശരിക്കും രക്ഷാകർമ്മം. പക്ഷേ ആ ഭൂതകാല സംഭവത്തിലേക്ക് ക്രിസ്തു നിറവേറ്റിയ ആ ഭൂതകാല സംഭവത്തിലേക്ക് ഇന്ന് ഈ വർത്തമാനകാലത്തിൽ നമുക്ക് എങ്ങനെ പ്രവേശിക്കാൻ പറ്റുക? ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, സഭയുടെ ലിറ്റർജിയിലൂടെ. അവിടെ എഴുതിയിരിക്കുകയാണ്, സഭയുടെ ലിറ്റർജിയിലൂടെ. സഭയുടെ ലിറ്റർജിയിലൂടെ, ഓരോ വൈദികന്റെയും തോന്നിയാസ കുർബാനയിലൂടെയല്ല. സഭയുടെ ലിറ്റർജി സഭ പറയുന്ന തരത്തിൽ അനുഷ്ഠിച്ചാലേ അത് കൂദാശയാകൂ. സഭയുടെ ലിറ്റർജി സഭ നിർദ്ദേശിക്കുന്ന തരത്തിൽ, സഭയുടെ തക്സയിൽ എഴുതിയിരിക്കുന്ന എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അത് ചെയ്യുന്ന തരത്തിൽ തന്നെ ചെയ്താലേ അത് സഭയുടെ ലിറ്റർജി ആകൂ. അല്ലെങ്കിൽ ഓരോ വൈദികന്റെയും തറവാട്ട് സ്വത്ത് അവൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ പൂർവികരുടെ ഒക്കെ തറവാട്ട് സ്വത്ത് പോലെ ഞാനിത് കൂട്ടിച്ചേർക്കും, ഞാനത് വിട്ടുകളയും എന്നൊക്കെ പറഞ്ഞാൽ അത് സഭയുടെ ലിറ്റർജി ആകില്ല. ആ വൈദികന്റെ ഒരു ആചാരം ചിലപ്പോൾ ആകുമായിരിക്കും, പക്ഷെ ക്രിസ്തുവിൻ്റെ കൂദാശയോ സഭയുടെ ലിറ്റർജിയോ ആകില്ല. ഇപ്പം നമ്മുടെ തക്സയിൽ പിതാവിൻ്റെയും പുത്രനും വെച്ചിട്ട് തുടങ്ങാനായിട്ട് അവിടെ അച്ചടിച്ചിട്ടില്ല. അച്ചടിച്ചിട്ടില്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? അത് തക്സയുടെ ഭാഗമല്ലെന്നാണ്. ചില സ്ഥലത്തൊക്കെ അത് ചെയ്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ചിലരങ്ങനെ ചെയ്യുന്നു, പക്ഷെ അത് അച്ചടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? പൗരത്യ സുറിയാനി കുർബാനയിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ചിട്ടല്ല കുർബാന ആരംഭിക്കുന്നത്. ലത്തീൻ സഭയിൽ പോലും അങ്ങനെയല്ല. നിങ്ങൾ ലത്തീൻ സഭയുടെ ലിറ്റർജി മിസൽ എടുത്തു നോക്കിയാൽ, എൻട്രൻസ് ഗാനം, പ്രവേശക ഗാനം ഇല്ലെങ്കിൽ ആൻറ്റിഫൺ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം പിതാവിനും പുത്രനും വയ്ക്കാൻ, അല്ലേ?
പ്രവേശന ഗാനം ഉണ്ടെങ്കിൽ ആൻറ്റിഫൺ വിട്ട് കളയും അച്ഛന്മാർ. എന്താണ് ആ പ്രവേശന ഗാനമാണ് ലത്തീൻ കുർബാനയുടെ ആരംഭം. പ്രവേശന ഗാനമാണ് ലത്തീൻ സഭയുടെ ആരംഭം. സുറിയാനി സഭയുടെ കുർബാനയുടെ ആരംഭം എന്ന് പറയുന്നത് പുക്താന ഹോൻ, ഞാൻ ബലി അർപ്പിക്കട്ടെ, പുക്താനത്തെ മിശികയുടെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ ബലി അർപ്പിച്ചാലും എന്ന് ജനങ്ങൾ പറയുന്നതാണ്. അത് തർജ്ജമ ചെയ്തു വന്നപ്പോൾ അന്നാ പെസഹ തിരുനാൾ എന്നൊക്കെ ആയി. അത് പാട്ടിൻ്റെ രൂപമാണ്. വാസ്തവത്തിൽ ആ സുറിയാനി തന്നെയാണ് നമ്മൾ ചൊല്ലേണ്ടത്. കാരണം ആ സുറിയാനിയിലുള്ളവൻ്റെ തർജ്ജമയായിട്ട് വന്നിട്ടില്ല ഈ അന്നാ പെസഹ തിരുനാളിൽ. അപ്പോൾ ലത്തീൻ സഭയിലാണെങ്കിലും ആൻറ്റിഫൺ വെച്ചിട്ടാണ് കുർബാന ആരംഭിക്കുന്നത്. പൗരത്വ സുറിയാനി സഭയിലാണെങ്കിൽ പിതാവിനും പുത്രനും വെച്ചിട്ടല്ല, പുക്താന ഹോൻ വെച്ചിട്ടാണ്. അപ്പോൾ സഭയുടെ ലിറ്റർജി സഭ അനുശാസിക്കുന്ന തരത്തിൽ, സഭ നിർദ്ദേശിച്ചിരിക്കുന്ന തരത്തിൽ, തക്സിൽ എഴുതിയിരിക്കുന്ന തരത്തിൽ, ആ തരത്തിൽ തന്നെ ചൊല്ലിയാലേ സഭയുടെ ലിറ്റർജി ആകൂ. അല്ലെങ്കിൽ ആ വൈദികന്റെ ഒരു ആചാരമാകും, കൂദാശയാകില്ല. പരിശുദ്ധാത്മാവിനെ ആദ്യ ഗഡുവായി വർഷിക്കുന്ന കൂദാശയാകണമെങ്കിൽ സഭയുടെ ലിറ്റർജി അനുഷ്ഠിക്കണം. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സഭയുടെ ആ യുഗത്തിൽ ക്രിസ്തു താൻ വീണ്ടും വരുന്നത് വരെ തൻ്റെ രക്ഷാകർമ്മത്തെ തൻ്റെ സഭയുടെ ലിറ്റർജിയിലൂടെയാണ് ആവിഷ്കരിക്കുന്നത്, ഹാജരാക്കുന്നത്, പകർന്നു കൊടുക്കുന്നത്. സഭയുടെ ലിറ്റർജി അച്ഛന്മാർ തോന്നിയ പോലെ മാറ്റിയാൽ അവിടെ പരിശുദ്ധാത്മാവും വർഷിക്കപ്പെടുകയില്ല. കർത്താവ് സ്വയം ആവിഷ്കരിക്കുകയോ സന്നിഹിതമാകുകയോ പകർന്നു നൽകുകയോ ഇല്ല. അതുകൊണ്ട് ദൈവിക ജീവൻ കിട്ടില്ല. ഇതുകൊണ്ടാണ് സഭയുടെ ലിറ്റർജിക്ക് വേണ്ടി ആളുകൾ ആവശ്യപ്പെടുന്നത്. അത് ബോധ്യമാകാത്തത് ഏക ഗണം എന്ന് പറയുന്നത് വൈദികരാണ്. കാരണം എന്താ? ലിറ്റർജി എന്തെന്ന് അവർക്കറിയില്ല. സഭയേക്കാളും കേമന്മാർ ഞങ്ങളാണ്, കർത്താവിനേക്കാളും സഭാപിതാക്കന്മാരെക്കാളും കേമന്മാർ ഞങ്ങളാണ്, ഞങ്ങളുടെ ഒന്നും അത്രയും വരില്ലല്ലോ 1000-2000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന കർത്താവ് ഈശോമിശിഹാ എന്ന ധാർഷ്ട്യവും അഹങ്കാരവും അഹന്തയുമാണ് ഇങ്ങനെ സഭയുടെ ലിറ്റർജിയെ ധിക്കരിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. അതിന് നിൽക്കുന്ന 2 മെത്രാന്മാർക്ക് എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാലും അത് ദൈവത്തിൽ നിന്നുള്ള അറിവല്ല. എത്ര കേമമായ അറിവുണ്ടെന്ന് പറഞ്ഞാലും അത് ദൈവത്തിൽ നിന്നുള്ള അറിവല്ല. ഇവിടെ നിന്നുള്ള അറിവാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ 1076 ഈ കത്തോലിക്ക സഭയുടെ മതബോധനം അതിലേക്ക് പോകുകയാണ്. സഭയുടെ യുഗത്തിൽ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഈ പുതിയ യുഗത്തിന് യോജിച്ച വിധത്തിൽ ക്രിസ്തു ഇപ്പോൾ തൻ്റെ സഭയിലും സഭയോട് കൂടെയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പൗരത്യ സഭകളുടെയും പാശ്ചാത്യ സഭകളുടെയും പൊതു പാരമ്പര്യം ദിവ്യകർമ്മ സംവിധാനം എന്ന് ഏകസ്വരത്തിൽ വിളിക്കുന്ന കൂദാശകളിലൂടെ, അതായത് സഭയുടെ കൗദാശിക ലിറ്റർജിയുടെ ആഘോഷത്തിലൂടെ ക്രിസ്തു തൻ്റെ പെസഹ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ വിനിമയം ചെയ്ത് വിതരണം ചെയ്യുന്നു, പകർന്നു കൊടുക്കുന്നു, പ്രദാനം ചെയ്യുന്നൊക്കെ തർജ്ജമ ചെയ്യാം. പുതിയ യുഗത്തിന് യോജിച്ച വിധത്തിൽ, സഭയുടെ ഈ യുഗത്തിൽ പുതിയ യുഗത്തിന് യോജിച്ച വിധത്തിൽ കർത്താവിൻ്റെ കാലയളവും സഭയുടെ കാലയളവും തമ്മിൽ ചെറിയൊരു അന്തരമുണ്ട് അല്ലേ? ചെറിയ അന്തരമല്ല, വലിയ അന്തരമുണ്ട്. എന്താണ് അന്തരം? ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച കാലയളവാണ് മിശിഹായുടെ കാലയളവ്. അപ്പോൾ അവനെ തൊടാം, അവൻ്റെ കൈ മുറിഞ്ഞാൽ ചോര വരുമായിരുന്നു ഇല്ലേ? അങ്ങനെയല്ലേ? അവന് ദാഹിച്ചു, അവന് ക്ഷീണം തോന്നി. അപ്പോൾ ക്രിസ്തു ദൈവമായിരുന്നെങ്കിലും മനുഷ്യനുമായിരുന്നു. അന്ന് കർത്താവിനെ കാണുന്ന തരത്തിലും സ്പർശിക്കുന്ന തരത്തിലും ഇന്ന് സ്പർശിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പുതിയ യുഗത്തിന് യോജിച്ച വിധം അതെവിടെയാണ്? ഈ പുതിയ യുഗം സഭയുടെ യുഗത്തിന് യോജിച്ച വിധം എവിടെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? ഉത്ഥാനത്തിൻ്റെ അന്ന് തന്നെ കർത്താവ് അത് ആവിഷ്കരിച്ചു. എമ്മാവസിലേക്ക് പോകുന്ന ആ സംഭവത്തിൽ എമ്മാവസിലേക്ക് 2 ശിഷ്യന്മാർ പോകുന്നു. ഒരാൾക്ക് പേരുണ്ട്, ഒരാൾക്ക് പേരില്ല. പേരില്ലാത്ത ആൾ ഞാനും നിങ്ങളുമാണ്, പ്രതീകാത്മകമായിട്ട്, ആലങ്കാരികമായിട്ട്. അപ്പോൾ കർത്താവിൻ്റെ ഒരു ശിഷ്യൻ, കർത്താവിൻ്റെ അറിയപ്പെടാത്ത ശിഷ്യന്മാർ, അവർ പോകുന്നു. കർത്താവ് കൂടെ നടക്കുന്നു, പക്ഷെ അവർ തിരിച്ചറിയുന്നില്ല കർത്താവിനെ. അവൻ സഭയുടെ കൂടെയുണ്ട്, പക്ഷേ അദൃശ്യനാണ്. പക്ഷേ അവൻ വചനം പങ്കുവെക്കുന്നു. വചനം പങ്കുവെക്കുമ്പോൾ അവിടെ ഹൃദയം ജ്വലിക്കുന്നു. അപ്പോൾ വചനപ്രഘോഷണത്തിൽ സഭാംഗങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്നു. പുതിയ യുഗത്തിൽ പുതിയ തരത്തിലാണ് കർത്താവ് നമുക്ക് സന്നിഹിതനാകുന്നത്, വചനപ്രഘോഷണത്തിലൂടെ. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് എത്താറായപ്പോൾ അവർ പറയും, നാഥ ഞങ്ങളുടെ കൂടെ വസിച്ചാലും, കർത്താവെ ഞങ്ങളുടെ കൂടെ വസിച്ചാലും. കർത്താവിനെ ക്ഷണിക്കുകയാണ്. കർത്താവെ ഞങ്ങളുടെ കൂടെ വസിച്ചാലും, കർത്താവിൽ തന്നെ പരിശുദ്ധാത്മാവിനെ വർഷിച്ചാലും, കർത്താവെ ഞങ്ങളുടെ കൂടെ വസിച്ചാലും. കർത്താവ് വീട്ടിലേക്ക് കയറാണ്. അതുവരെ അദൃശ്യനായ ഒരു അനുയാത്രികൻ, ഒരു കൂടെ നടക്കുന്ന സഞ്ചാരിയായിരുന്നു വചനം പ്രഘോഷിക്കുന്നവൻ. ആ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ
അതുവരെ അതിഥിയെ പോലെ ഇരുന്നവൻ ആതിഥേയനായി മാറുകയാണ്. അവൻ ഇരുന്നല്ല, അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു. അനാഫറ. അവൻ ഇരുന്നു. ഞാൻ പറഞ്ഞ് തെറ്റിദ്ധരിച്ചതാണ്, അത് ചിത്രങ്ങളിലൂടെ വരുന്നതാണ്. അവിടെ എങ്ങനെ ചെയ്ത് നമുക്കറിയില്ല, പക്ഷേ 2-3 സൂചനകളുണ്ട്. അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് പിതാവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി നന്ദി പറയുന്നതിനാണത് പറയുന്നത്, ഇല്ലേ? എവുക്കരിസ്തയോ. അപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. വാഴ്ത്തി അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി. എവിക്കരിസ്തയോ എവുലഗയോ. അവൻ എവിക്കരിസ്തയോ കൃതജ്ഞതാസ്തോത്രം ചെയ്തു, വാഴ്ത്തി എവുലഗയോ മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഇതാണ് പുതിയ യുഗത്തിന് യോജിച്ച വിധത്തിലാണ് ക്രിസ്തു ഇപ്പോൾ തന്നെ സഭയിലും സഭയോട് കൂടെയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. വചനപ്രഘോഷണത്തിലൂടെയും അനാഫർ എന്ന കൂദാശയിലൂടെയും. എമ്മാവസിലേക്ക് പോയ സംഭവം അത് വളരെ പ്രധാനപ്പെട്ടതാ. ഉത്ഥാനത്തിൻ്റെ അന്ന് കർത്താവ് ചെയ്ത കാര്യമാണ് ലിറ്റർജി, വചനപ്രഘോഷണവും അനാഫറയും. വചനപ്രഘോഷണത്തിലൂടെ ഹൃദയം ജ്വലിക്കുന്നു, അനാഫറയിലൂടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. അവർ കർത്താവിനെ കണ്ടു, കർത്താവ് അപ്രത്യക്ഷനായി. ഇതാണ് പുതിയ യുഗത്തിൽ, സഭയുടെ യുഗത്തിൽ പുതിയ യുഗത്തിന് യോജിച്ച വിധത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഗംഭീരമല്ലേ ഇത്? സഭയുടെ ഈ കത്തോലിക്ക സഭയുടെ മതബോധനം എന്ത് രസമായിട്ടാണ്, എത്ര ശ്രേഷ്ഠമായിട്ടാണ്, എത്ര ആഴത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പൗരസ്ത്യ സഭകളുടെയും പാശ്ചാത്യ സഭകളെയും പൊതു പാരമ്പര്യം ദിവ്യകർമ്മ സംവിധാനം എന്ന് ഏകസ്വരത്തിൽ വിളിക്കുന്ന കൂദാശകളിലൂടെ. POC ബൈബിളിൽ പൗരസ്ത്യവും പാശ്ചാത്യവുമായി പൊതു പാരമ്പര്യം കൗദാശിക പദ്ധതി എന്ന് വിളിക്കുന്ന കൂദാശകളിലൂടെയാണ്. അതൊരു കൂദാശ ഇങ്ങനെ ആവർത്തിച്ചിട്ടുള്ളത് കൊണ്ടും പൗരസ്ത്യം പാശ്ചാത്യം എന്ന് പറയുന്നത് സഭകളെക്കുറിച്ച് ആയതുകൊണ്ടും ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്നേ ഇംഗ്ലീഷിലുള്ളൂ. പക്ഷെ അത് ഈസ്റ്റേൺ ചർച്ചസ് ആണ്, വെസ്റ്റേൺ ചർച്ചസുമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തർജ്ജമ ചെയ്തത്. ഒന്നുകൂടി പറയുകയാണ്, പൗരസ്ത്യ സഭകളുടെയും പാശ്ചാത്യ സഭകളുടെയും പൊതു പാരമ്പര്യം ദിവ്യകർമ്മ സംവിധാനം എന്ന് ഏകസ്വരത്തിൽ വിളിക്കുന്ന ദിവ്യകർമ്മ സംവിധാനം, ദ സാക്രമെൻ്റൽ ഇക്കോണമി എന്നാണ് ദിവ്യകർമ്മ സംവിധാനം എന്ന് ഞാൻ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ദ സാക്രമെൻ്റൽ ഇക്കോണമി. ഞാൻ തുടക്കത്തിൽ വായിച്ച ഇംഗ്ലീഷ് അതൊന്ന് വായിച്ച് കേട്ട് അതിങ്ങനെ കുറിച്ച് വെച്ച് പോകണം. നിങ്ങളിത് കുറിച്ച് വെച്ചാലാണ് കറക്റ്റ് മനസ്സിലാകുക. അല്ലെങ്കിൽ ഞാൻ വീണ്ടും അത് പിന്നെയും പറയേണ്ടി വരുമല്ലോ, പിന്നെയും സമയം വർദ്ധിക്കും. അപ്പോൾ പൗരസ്ത്യവും പാശ്ചാത്യവുമായ സഭകളുടെ പൊതു പാരമ്പര്യം ദിവ്യകർമ്മ സംവിധാനം, ദ സാക്രമെൻ്റൽ ഇക്കോണമി എന്ന് ഏകസ്വരത്തിൽ വിളിക്കുന്ന കൂദാശകളിലൂടെ, അതായത് സഭയുടെ കൗദാശിക ലിറ്റർജിയുടെ ആഘോഷത്തിലൂടെ ക്രിസ്തു തൻ്റെ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ വിതരണം ചെയ്യുന്നു, പകർന്നു കൊടുക്കുന്നു, പ്രദാനം ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. തൻ്റെ പെസഹ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ എന്താണ്? ഈ സംവിധാനം, ഈ ദിവ്യകർമ്മ സംവിധാനം, അത് സഭയുടെ കൗദാശി ലിറ്റർജിയുടെ ആഘോഷമാണ്. എന്താണ് ഈ സംവിധാനം? ഈ പറഞ്ഞ ദിവ്യാജ്ഞയിൽ നിന്ന് ഉടലെടുത്ത ദിവ്യകർമ്മ സംവിധാനം എന്നാണ് കുറച്ചുകൂടി നല്ല പരിഭാഷ. ദിവ്യകർമ്മ സംവിധാനം ഞാൻ പറഞ്ഞല്ലോ, അത് ഇച്ചിരി കൂടിയും ഈ ഇക്കോണമി എന്ന വാക്കിന് ദിവ്യാജ്ഞയിൽ നിന്ന് ഉടലെടുത്ത ദിവ്യകർമ്മ സംവിധാനം എന്ന് പറയണം. സാക്രമെൻ്റൽ ഇക്കോണമിക്ക് നല്ല പരിഭാഷ ദിവ്യാജ്ഞ, ഈശ്വരാജ്ഞയിൽ നിന്ന് ഉടലെടുത്ത ദിവ്യകർമ്മ സംവിധാനം. അതാണ് നല്ല പരിഭാഷ, ദ സാക്രമെൻ്റൽ ഇക്കോണമി. എന്താണ് ഈ സംവിധാനം? സഭയുടെ കൗദാശി ലിറ്റർജിയുടെ ആഘോഷം. എന്തിനാണ് ഈ സംവിധാനം? ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ ഇന്ന് വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനും പ്രദാനം ചെയ്യാനും കൊടുക്കാൻ. അതായത് നമ്മെ രക്ഷിക്കുന്ന ദൈവകൃപയിലേക്ക് ഇന്ന് വിശ്വാസികളെ പ്രവേശിപ്പിക്കാൻ ക്രിസ്തു മറ്റൊരു മാർഗവും കണ്ടില്ല സഭയുടെ കൗദാശി ലിറ്റർജി അല്ലാതെ. ഇന്ന് ആവർത്തിക്കുകയാണ് ഞാൻ. നമ്മെ രക്ഷിക്കുന്ന ദൈവകൃപയിലേക്ക് ഇന്ന് എന്നും വിശ്വാസികളെ പ്രവേശിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ കൃപ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കാൻ ക്രിസ്തു മറ്റൊരു മാർഗവും കണ്ടില്ല സഭയുടെ കൗദാശി ലിറ്റർജി അല്ലാതെ. തൻ്റെ രക്ഷയുടെ അച്ചാരമായ ആദ്യ ഗഡുവായ പരിശുദ്ധ റൂഹായെ വർഷിക്കാൻ, പകർന്നു കൊടുക്കാൻ, പ്രസരിപ്പിക്കാൻ സഭയുടെ കൗദാശി ലിറ്റർജി അല്ലാതെ മറ്റൊരു മാർഗം ക്രിസ്തു കണ്ടില്ല. അതുകൊണ്ട് അവൻ പറയാണ്, സ്നാനപ്പെടുത്തുക. എന്തിലേക്ക്? എങ്ങനെ? പെരിയാർ നദിയിലേക്കും പമ്പ നദിയിലേക്കും യമുന നദിയിലേക്കും ഭാരതപ്പുഴയിലേക്കും ആണോ? അല്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേക്ക്. നാമത്തിൽ നമ്മൾ പലപ്പോഴും പറയുക അങ്ങനെയല്ല, ഇൻറ്റു എന്നാണ്. ഇൻ എന്നല്ല, നാമത്തിലല്ല, നാമത്തിലേക്ക്.
പരിശുദ്ധ തൃത്വത്തിൻ്റെ മടിത്തട്ടിലേക്ക് സ്നാനപ്പെടുത്തുക എന്നർത്ഥം. പരിശുദ്ധ തൃത്വത്തിൻ്റെ മടിത്തട്ടിലേക്ക് ഉൾച്ചേർത്തുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധ തൃത്വം, അവർക്ക് ഒരു നാമേ ഉള്ളൂ, യേശുവ, യാഹ്വേ. ആ നാമത്തിലേക്ക് ഉൾച്ചേർത്തുക. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേക്കാണ് സ്നാനപ്പെടുത്തേണ്ടത്. പമ്പാ നദിയിലേക്കും പെരിയാർ നദിയിലേക്കും ഭാരതപ്പുഴയിലേക്കും യമുന നദിയിലേക്കും ഗംഗാ നദിയിലേക്കുമല്ല. അങ്ങനെ ചെയ്യുന്നവർ സ്നാപയോഹന്നാന്റെ മാമോദീസ സ്വീകരിച്ചിരിക്കുന്നു. അവരിനി ക്രിസ്തുവിൻ്റെ മാമോദീസ സ്വീകരിക്കണം. അതിനെന്ത് ചെയ്യണം? പരിശുദ്ധ തൃത്വത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടണമെങ്കിൽ യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിൽ മുങ്ങണം. അപ്പോൾ യേശുവിൻ്റെ കുരിശിൽ കിടക്കുന്ന യേശു, ആ യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് ജീവജലം ഒഴുകുന്നു. അതുകൊണ്ടാണ് ശിശുമാമോദീസയിലെ കുഞ്ഞുങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ നവജാത ശിശുക്കളെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് ലൂക്കാസ് 18:15 എഴുതിയിരിക്കുന്നത്. നവജാത ശിശുക്കൾ എന്ന വാക്ക് ഉപയോഗിക്കുക. ഹെബ്രായ പാരമ്പര്യത്തിൽ ഉപയോഗിക്കുന്നത് ജനിച്ചിട്ട് 8 ദിവസം ആയ കുഞ്ഞുങ്ങളെയാണ്. 8ാം ദിവസം മുതൽ അതിന് പൈതലിനെ വിളിക്കുക. പൈതൽ 8 ദിവസത്തിന് മുമ്പ്, 8ാം ദിവസത്തിന് മുമ്പ് നവജാത ശിശുക്കളെ, അതായത് പ്രസവിച്ചിട്ട് 8 ദിവസം അടിയാത്ത കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ മാതാപിതാക്കൾ എന്തിനാ? കർത്താവ് അവരെ സ്പർശിച്ച് അനുഗ്രഹിക്കാൻ. ഇന്ന് തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ മാമോദീസയിൽ ജനിച്ചിട്ട് 8 ദിവസമാകുന്നതിന് മുൻപ് കുഞ്ഞിനെ കർത്താവിൻ്റെ സ്പർശനമേറ്റ് കർത്താവിൻ്റെ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടാൻ, അവിടെ നിന്നുള്ള ജീവജലം അവൻ്റെ തലയിൽ വീണ് ഇല്ലേ, അവൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവിനെ വർഷിക്കാൻ, ചൊരിയാൻ, വെള്ളത്തിലേക്ക് ഇറങ്ങാനല്ല. ഇത് നിങ്ങൾ പെന്തക്കോസ്തക്കാരോടും യഹോവ സാക്ഷികളോടും പിന്നെ ക്രിസ്റ്റഡൽഫിയൻസ്, പ്രൊട്ടസ്റ്റന്റുകാർ, പിന്നെന്താണ് ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, അവരോടൊക്കെ ഇത് പറയണം. എന്നിട്ട് നമ്മളിന്ന് പോയവരൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. എല്ലാവരും തിരിച്ചു കൊണ്ടുവരണം. അത് നമ്മുടെ കടമയാണ്. അപ്പോൾ സ്നാനപ്പെടുത്തുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക, ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കുക, ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ തോമസ് ലീഗായി ഒട്ടിച്ച് ചേർക്കപ്പെടുക. അവിടെ നിന്നുള്ള ജീവജലത്താലും അവിടെ നിന്നുള്ള ജീവരക്തത്താലും, മാമോദീസായാലും തിരുരക്തത്താലും, മാമോദീസായാലും കുർബാനയാലും. ഇതുകൊണ്ടാണ് പൗരത്വ സഭകൾ എപ്പോഴും തിരിച്ചൊരു തിരുരക്തം ഒരുമിച്ചേ കൊടുക്കുള്ളൂ. പൗരത്വ സഭകളൊക്കെ അങ്ങനെയാണ്. പാശ്ചാത്യ സഭയുടെ പാരമ്പര്യം പിന്തുടർന്നിട്ടാണ് ചില അച്ഛന്മാർ തിരിച്ചൊരു മാത്രം കൊടുക്കുന്നത്. അവർക്ക് അല്ലെങ്കിൽ തന്നെ പൗരത്വ സഭ എന്ന് പറഞ്ഞ ഇഷ്ടമില്ല. പൗരത്വ സഭയുടെ സമ്പന്നത അവർക്ക് അറിയില്ല, ദൈവശാസ്ത്രം അറിയില്ല. എന്ത് കഷ്ടമെന്ന് പറയാ. ഞാൻ ലത്തീൻ സഭയിൽ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ സന്നിഹിതമായിരിക്കുന്ന കുർബാനയിൽ ആൾക്കാർ, അച്ഛന്മാരും ഇരു സാദൃശ്യങ്ങളെ കൊടുക്കുക. കാരണം എനിക്കിപ്പോൾ പട്ടം കിട്ടിയത് 89 ഡിസംബറിൽ പട്ടം കിട്ടിയിട്ട് ഇതുവരെ 2-3 ദിവസങ്ങൾ ഒഴികെ ഒരിക്കൽ പോലും ഞാൻ കുർബാന ചൊല്ലുന്ന ഒരു കുർബാനയിൽ, ചിലപ്പോൾ നമുക്ക് സഹകാർമ്മേനായി നമുക്ക് പറ്റില്ല, ഞാൻ മെയിൻ സെലിബ്രൻ്റ് നിൽക്കുന്ന ഒരു കുർബാനയിൽ ഞാൻ ഇരു സാദൃശ്യങ്ങളല്ലാതെ ഞാൻ കുർബാന കൊടുത്തിട്ടില്ല. അത് എല്ലാം അവിടെ അങ്ങനെ വേണ്ടതാണ്. കാരണം എന്താണ്? കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും എന്ന് പറയുന്ന അത് പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ മതി ദൈവശാസ്ത്രപരമായിട്ട്. പക്ഷെ ജനങ്ങൾക്ക് അവകാശമാണ് രണ്ടും. ഇത് വാങ്ങി കുടിക്കുവനെന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ കുടിച്ചാൽ മതിയോ? വാങ്ങി കുടിക്കാന്ന് പറയണു, എന്നിട്ട് അച്ഛൻ തന്നെ കുടിച്ചാൽ മതിയോ? എന്നാൽ ഇത് എടുത്ത് കുടിച്ചോന്ന് പറഞ്ഞാൽ പോരെ? കർത്താവ് അങ്ങനെയല്ലോ പറഞ്ഞത്. വാങ്ങി കുടിക്കുവിൻ, കൊടുക്കണം. വാങ്ങി കുടിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാത്രം കുടിക്കാൻ പാടില്ല. മനസ്സുണ്ടെങ്കിൽ കൊടുക്കാനുള്ള സംവിധാനമൊക്കെ നമുക്ക് അപ്പം തന്നെ ഉണ്ടാവും. അത് എത്ര 5000 പേരുണ്ടെങ്കിലും 50,000 പേരുണ്ടെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ സംവിധാനം തന്നെ ഉണ്ടാവും. മനസ്സാണ് വേണ്ടത്. അപ്പോൾ സ്നാനപ്പെടുത്തുക, കൈവപ്പിലൂടെ സ്ഥിരീകരിക്കുക പരിശുദ്ധാത്മാവിനെ. അത് നമുക്കറിയാലോ, സ്ലീഹന്മാരെല്ലാം കൈവപ്പിലൂടെയാണ് കൊടുത്തത്, പരിശുദ്ധാത്മാവിനെ സ്ഥിരീകരിക്കുന്നത്. പിന്നെ ഓർമ്മയ്ക്കായി ചെയ്യുക. എന്ത്? കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും, അന്ത്യത്താഴമല്ല. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന പറഞ്ഞാൽ, ഇത് എന്ന് പറഞ്ഞാൽ അവൻ അന്ന് അന്ത്യത്താഴത്തിൽ എന്താ ചെയ്തത്? പിറ്റേ ദിവസം മരിക്കും, അതിന് 3-ാം ദിവസം ഉത്ഥാനം ചെയ്യും. ആ ഉത്ഥാനത്തിലൂടെ ഒരു പുതിയ ജനസിൽ ജീവനിലേക്ക് പോകും. ആ ജീവൻ മുൻകൂറായി കൊണ്ടുവന്നതാണ് അന്ത്യത്താഴത്തിൽ. അതാണ് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത്. മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പുതിയ ജനസിലുള്ള ജീവനിലേക്ക് അവൻ പോയി. അത് ഓർമ്മയ്ക്കായി ചെയ്യാൻ കൽപ്പിച്ചത് അന്ത്യത്താഴത്തിലാണ്. പക്ഷെ അന്ത്യത്താഴം ഓർമ്മിക്കാനല്ല പറഞ്ഞത്. ധാരാളം പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. ചുരുക്കത്തിൽ അവൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുമ്പോൾ ഇത് എൻ്റെ ശരീരം, ഇത് ഞാൻ തന്നെയാണ്, ഇതെൻ്റെ രക്തം, ഇതെൻ്റെ പ്രാണനാണ്. ക്രിസ്തുവിൻ്റെ ആളത്വവും ക്രിസ്തുവിൻ്റെ ജീവനും നമ്മിലേക്ക് തരികയാണ്. നാം അവനുമായിട്ട് ഒന്നാകുകയാണ്. അങ്ങനെ നമ്മൾ സ്വീകരിക്കാൻ കർത്താവ് നമ്മൾ ഒന്നാകുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. നമുക്ക് പാപം ചെയ്ത് അയോഗ്യരായിട്ടുണ്ടെങ്കിൽ അതിന് കുമ്പസാരം എന്ന കൂദാശ ചെയ്തിട്ടുണ്ട്.
കുളി കഴിഞ്ഞവൻ്റെ പാദം കഴുകണം. നിന്റെ പാദം കഴുകാൻ നീ ഞാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. കുളി കഴിഞ്ഞവൻ്റെ പാദം കഴുകിയാൽ മതി, മൊത്തം വേണ്ട. മാമോദിസ കഴിഞ്ഞവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാൽപാദങ്ങൾ വൃത്തികേടായ പോലെയാണ്. നിന്റെ പാദം കഴുകാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. പങ്കെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ വസ്തുവിൽ ഓഹരി. ദൈവപിതാവിൻ്റെ സ്വർഗരാജ്യത്തിൽ ഓഹരി വേണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നാം ക്രിസ്തുവിന് അനുവദിക്കണം. അതിനു വേണ്ടി അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആത്മാവ് അവൻ്റെ പുരോഹിതന്മാരിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പുരോഹിതന്മാരോട് പറയാണ്, സ്ലീഹന്മാരോട് പറയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നുവോ അവ മോചിക്കാതിരിക്കപ്പെടും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. അപ്പോൾ ആരാണ് നിങ്ങളെ വിധിക്കാൻ, ദൈവത്തിനെ വിധിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കർത്താവ് തന്നെ പറഞ്ഞ വചനങ്ങളാണ്. ഇതെല്ലാം കർത്താവ് സ്ഥാപിച്ചതല്ലേ. ഇന്നലെ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഒരു പെന്തക്കോസ്തക്കാരനായിരിക്കണം. കർത്താവ് പറഞ്ഞ എന്താണ് കത്തോലിക്ക സഭയിൽ ഉള്ളത് മാണിപ്പറമ്പ? ഇതൊക്കെ കത്തോലിക്ക സഭയിൽ മാത്രമുള്ളോ? ആ കമൻ്റ് ഇട്ടവനെ, ഇത് കത്തോലിക്ക സഭയിൽ മാത്രമേ ഉള്ളൂ. അതിനാൽ തന്നെ ക്രിസ്തു ആവശ്യപ്പെട്ടതെല്ലാം അവയുടെ സാകല്യത്തിൽ സാകല്യത്തിൽ നിലനിൽക്കുന്നത് കത്തോലിക്ക സഭയിൽ മാത്രമാണ്. അവിടുന്ന് പലവിധ കാരണങ്ങൾ പൊട്ടിത്തെറിച്ച് പോയവർ ശരിക്കും യൂദാസിനെ പോലെ പുറത്തേക്ക് പോയവരാണ്. കൂദാശിൽ വിശ്വസിക്കാൻ പറ്റാതെ, കുർബാനിൽ വിശ്വസിക്കാൻ പറ്റാതെ പുറത്തു പോയവരാണ്. ലിറ്റർജി നേരെ ചൊല്ലാത്തവരും യൂദാസിനെ പോലെ ഈ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ ബലിപീഠത്തിൽ നിന്നും ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയതാണ്. അവർ വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ കുമ്പസാരിച്ച് പാപം മോചിക്കാൻ കഴിവുള്ള ഒരു വൈദികനെടുക്കൽ പോയി കുമ്പസാരിച്ച് വരേണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ലിറ്റർജിയെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ കത്തോലിക്ക സഭയുടെ മതബോധനം 1076 ഞാനതെൻ്റെ ബൈബിളിൻ്റെ ഒക്കെ വെച്ചിട്ട് വ്യാഖ്യാനിച്ചതാണ്. ഇത് ലത്തീൻ സഭയിലുള്ളവർക്കും സീറോ മലങ്കരയിൽപ്പെട്ടവർക്കും യാക്കോബയക്കാർക്കും ഓർത്തഡോക്സുകാർക്കും സുറിയാനി കത്തോലിക്ക, പൗരസ്ത്യ സുറിയാനി കത്തോലിക്കരായ, കൽദായ സുറിയാനി കത്തോലിക്കരായ സീറോ മലബാർക്കാർക്കും വാലിഡ് ആണ്. അതുകൊണ്ട് ലിറ്റർജിയെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല പരാതിപ്പെടരുത്. ഇനി ഇത് പല പ്രാവശ്യം കേട്ട് നല്ലൊരു ക്ലാസ് കേട്ടതുപോലെ തന്നെ കേട്ട് നിങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും മറ്റു ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്ത്, വീട്ടിലും ചർച്ച ചെയ്ത്, നോട്ടൊക്കെ കുറിച്ച്, ഇപ്പം വീഡിയോയൊക്കെ കിടക്കുകയാണല്ലോ, നോട്ടെല്ലാം കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ചോദിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ലിറ്റർജിയിൽ പ്രവേശിക്കാം, പങ്കെടുക്കാം, വചനം കേൾക്കാം. വചനം കേൾക്കുമ്പോൾ, വചനപ്രഘോഷണം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കാനും അനാഫറിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ട് കർത്താവിനെ കാണാനും സാധിക്കട്ടെ. അങ്ങനെ ഈ രക്ഷയുടെ ഫലങ്ങൾ നമുക്ക് ലഭിക്കട്ടെ. രക്ഷയുടെ അച്ചാരമായ ആദ്യ ഗഡുവായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടാകട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത മരിക്കുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.